ഹായ് അഭിനന്ദ്. ഹലോ ഹലോ വാ, നമസ്കാരം. വാ, ഇരിക്ക്. ഇത് അഭിനന്ദ്, നമ്മുടെ മാസ്റ്റേഴ്സ് കോളേജിലെ കണ്ണൻ മാസ്റ്റർ മകനാണ്. ആ, അപ്പോ അഭിനന്ദ് വന്നിട്ട് ഞങ്ങളുടെ റെഡിഗോ വണ്ടി, അഭിനന്ദിന്റെ വണ്ടി ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ഓടിച്ചു വന്നേ ഉള്ളൂ. ഇപ്പൊ എന്താണെന്ന് ചോദിക്കുകയാണ്. Okay. എന്തൊക്കെയുണ്ട് അഭിനന്ദേ? ഉം, നല്ല ഹാപ്പിയാണ്. കാരണം ഹാപ്പി? നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം അതിലും എക്സ്ട്രീം ആയിട്ട് കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം ചെറിയൊരു മൈലേജ്, അതായത് ഈ വണ്ടിയാകുമ്പോൾ അത്യാവശ്യം മൈലേജ് വേണമല്ലോ നമുക്ക്. ഭയങ്കര ഷോർട്ടായിട്ടാണ് വന്നത് ഇവിടേക്ക്. പിന്നെ ഓടിക്കുമ്പോഴും പിക്കപ്പ് ഇല്ല, ഗിയർ മാറ്റുമ്പോൾ ഒന്ന് വണ്ടിനെ ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ച് പോകുമ്പോൾ ഒരു കംഫർട്ട് ഇല്ല ഫാമിലി ആയിട്ട് പോകുമ്പോൾ. അപ്പോൾ അതാണ് ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റീസൺ, ഡീകാർബണേഷൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അപ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ചേട്ടാ. കാരണം കുറെ സ്ഥലങ്ങൾ കാണിച്ചു, ക്ലച്ച് മാറ്റാൻ പറഞ്ഞ് ക്ലച്ച് മാറ്റി, ഓയിൽ മാറ്റാൻ പറഞ്ഞ ഓയിൽ മാറ്റി, മറ്റേ എയർ ഫിൽറ്റർ, കുറെ സാധനം ഈ ഇതിന്റെ ഡാറ്റ്സന്റെ സർവീസ് സെന്ററിൽ പോയിട്ടും മാറ്റാനുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ്, മറ്റേ ഇഗ്നിഷൻ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റി. പക്ഷെ അപ്പോഴൊരു 9-12 അവിടെ വരെ എത്തിയിട്ടുള്ളൂ. ബ്ലോക്ക് ആകുമ്പോൾ വീണ്ടും കുറയും. ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പൊ അത് നോക്കിയപ്പോ അതിലൊക്കെ കുറവായിരുന്നു കേട്ടോ. കാരണം ഫേസ്ബുക്കിൽ നോക്കിയപ്പോ ഇല്ലാത്ത കമന്റുകളും ഇല്ല. അപ്പൊ വേണോ വേണ്ടെന്ന് രണ്ടാമത്തെ തോട്ടായി പോയി. എന്നാലും ഏതായാലും ഇവിടെ അടുത്തല്ലേ, അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു ഏതായാലും പോയി നോക്കാൻ. ഇഷ്ടംപോലെ തെരുവിളി കേൾക്കും. ഡെയിലി ഞങ്ങൾക്കൊരു 25 കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അതെ, അങ്ങനെയാണ്. ശരി. അപ്പോ ആ ഒരു പ്രതീക്ഷ എല്ലാം ഇങ്ങോട്ട് വന്നേ. എന്തായാലും അവസാനത്തെ ഒരു ഹോപ്പ് വന്നിട്ട്, എന്താ പറയാ, ചേട്ടന്റെ ഒരു പെരുമാറ്റം, അതായത് ഇവിടെ വന്നപ്പോ മനസ്സിലായി ഈ ഡീകാർബണേഷൻ എന്ന് പറയുന്നത് ചുമ്മാ ഈ പുറത്തിനാൾ കേട്ടത് ക്ലീനിങ് ആന്നാ. അപ്പൊ ഒരു ക്ലീനിങ് ചെയ്തിട്ട് മൈലേജ് എങ്ങനെ കൂട്ടാന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചെയ്യാണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, അതായത് ഇത് ചെയ്തിട്ടായിരുന്നു ഈ പറഞ്ഞ ഓയിലും ഫിൽറ്ററും ക്ലച്ചും സംഭവങ്ങളൊക്കെ മാറ്റേണ്ടതെന്ന്. അപ്പൊ അത് ഇവിടെ വന്നത് ചേട്ടന്റെ ഒരു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള കഴിവും എല്ലാം കൊണ്ടും. അതായത് എന്റെ അച്ഛന് പോലും, അതായത് എല്ലാവർക്കും വിശദമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ചേട്ടൻ പറഞ്ഞത്. എല്ലാ ടെക്നിക്കൽ രീതിയിൽ ഇത് അങ്ങനെ ചെയ്ത് എങ്ങനെ കിട്ടും അങ്ങനെ ഒന്നല്ല പറഞ്ഞത്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചേട്ടൻ ചെയ്തത്. അപ്പോ ആ ഒരു പ്രതീക്ഷയിൽ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മിന്നാന്ന് ചെയ്ത്, എന്നിട്ട് ഇന്നലെ എനിക്കൊന്ന് എറണാകുളം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ എറണാകുളം വരെ പോയി. അപ്പൊ എന്താ പറയാ, മൈലേജ് ഒരു 12-15-16, അതായത് അത്രയും ഒരു ഇൻക്രീസ് കിട്ടി. പിന്നെ ബ്ലോക്കിൽ എടുക്കുമ്പോഴും അങ്കമാലിക്ക് എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു. അവിടെ എടുക്കുമ്പോഴും പണ്ടത്തെ ഒരു ജർക്കിംഗ് ഒന്നും ഇല്ല. ക്ലച്ച് എടുക്കുമ്പോഴും വണ്ടി സ്മൂത്ത് ആയിട്ട് റിലീസ് ആവുന്നുണ്ട്. പിന്നെ AC ഇട്ട് ഓടിക്കുമ്പോഴും അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായി. എന്തൊക്കെയാ ശരിക്കും അവരുടെ ആ ഫീൽ എന്താ തോന്നിയത്? ആക്ച്വലി ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ മൈലേജിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഒന്ന്, പല ആൾക്കാരും ചോദിക്കും അവരുടെ പ്രോബ്ലം മൈലേജ് ആണെങ്കിൽ കൂടി മൈലേജിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഓൾ പുട്ടൂതർ ഞങ്ങളെ ക്ലീനിങ് കഴിഞ്ഞു വരുമ്പോ അതിൽ വൺ ഓഫ് ദ പാർട്ട് മൈലേജ്, രണ്ടാമത്തെ പാർട്ട് പൊല്യൂഷൻ ഇഷ്യൂ, മൂന്നാമത്തെ കാര്യം സ്മൂത്ത്നെസ്, പിന്നെ പുകയുടെ പ്രോബ്ലംസ്, അതേപോലെ ഇതെല്ലാം കൂടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ റിവ്യൂവിന്റെ കാര്യം ചോദിക്കാൻ, ഇപ്പൊ അഭിനന്ദനെ വിളിക്കാനും റിവ്യൂ ചോദിക്കാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും അതിലൊരു സൊല്യൂഷൻ കണ്ടേ തീരും. അതാണ് കാര്യം. അപ്പൊ ഇതിലിപ്പോ എന്തൊക്കെയായിരുന്നു ശരിക്കും, അത് ഫീൽ എന്തായിരുന്നു ശരിക്കും വണ്ടി ഓടിച്ചപ്പോ? ശരിക്കത്തെ ഫീൽ എന്ന് പറയുമ്പോ, അതായത് ഞാൻ ആദ്യം വിചാരിച്ചത് വണ്ടി 800cc ആയതുകൊണ്ട് വണ്ടിയുടെ പവർ കുറഞ്ഞാന്നാ. അതായത് വേറെ വണ്ടി ഓടിക്കുമ്പോ അത്യാവശ്യം പിക്കപ്പും 4 പേരായിട്ട് ഇരുന്ന് പോകുമ്പോ അത്യാവശ്യം വണ്ടി കയറലും ഇതൊക്കെ ഉണ്ട്. ഞാൻ വെച്ചാൽ എന്റെ വണ്ടിയുടെ കുഴപ്പമെന്നാ. പക്ഷെ പിന്നെ ഇതിനും കുറവുള്ള വണ്ടികൾ ഓടിച്ചപ്പോൾ എനിക്ക് ഇത് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് എന്റെ വണ്ടിയുടെ മാത്രം കുഴപ്പമാന്ന്. അങ്ങനെ നോക്കിയപ്പോ പിന്നെ മൈലേജും ഭയങ്കര കുറവാ. അതായത് ആദ്യം ഒരു അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു, പിന്നെ 9 ആയി. അതായത് അത്രയും കുറഞ്ഞു പോയി. അപ്പൊ പെട്രോൾ അടിച്ചാലും തന്നെ അധികം കയറില്ല, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പൊ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറെ കടകൾ പോയി. അതായത് ആദ്യം ലോക്കൽ വർക്ക്ഷോപ്പിൽ പോയി. അവിടെ പോയിട്ട് അവർ ആദ്യം പറഞ്ഞു ക്ലച്ച് മാറ്റാൻ പറഞ്ഞു, അത് മാറ്റി. അത്യാവശ്യം നല്ല എമൗണ്ട് അതിൽ പോയി. പിന്നെ പറഞ്ഞു പിന്നെ റെഡി ആയിപ്പോ അവർ പറഞ്ഞു സ്പാർക്ക് പ്ലഗ് മാറ്റി എന്തായാലും റെഡി ആവുമെന്ന് പറഞ്ഞു. നിവൃത്തിയില്ല, അതും മാറ്റി. പിന്നെ പറഞ്ഞു ഓയിൽ മാറ്റാൻ, പിന്നെ ഫിൽറ്റർ, ഇഷ്ടം പോലെ സംഭവങ്ങൾ അവിടെ മാറ്റി കഴിഞ്ഞു. ഒരു മാറ്റമില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞു നേരെ സർവീസ് സെന്ററിലേക്ക് വിട്ടോളം പറഞ്ഞു. ഇവര് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യോ ഇല്ലെന്ന് പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞു. സർവീസ് സെന്റർ പോയി ഈ ഫിൽറ്റർ സംഭവങ്ങള് ഓയിലൊക്കെ മാറ്റി, നല്ല ഓയിൽ വെച്ചേക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റി. എന്നിട്ടും മൈലേജിന് കയറ്റില്ല. അപ്പോ എന്താ പറയാ, ഇങ്ങനെ ഡീകാർബണൈസേഷൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ആദ്യം വെച്ച് ക്ലീനിങ് എന്ന് പറയുമ്പോ എത്രത്തോളം ക്ലീൻ ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ അങ്ങനെ ചിന്തിച്ചേ, അത് തെറ്റിദ്ധാരണയായിരുന്നു. അത് മാറ്റിയത് ചേട്ടനാട്ടോ, ഇവിടെ വന്നിട്ടാ ഞങ്ങൾ മാറിയത്. അങ്ങനെ ഇവിടെ തൃശ്ശൂർ വന്നത് ആദ്യം ഞങ്ങൾ ആമ്പലൂരെ പോയി. അപ്പൊ അവിടെ പോയി അവിടെ മെഷീൻ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ എറണാകുളം പോയി. ഏതായാലും അവിടെ എത്തിയതല്ലേ വെച്ചിട്ട് എറണാകുളം പോയപ്പോഴും പെട്രോൾ കഴിഞ്ഞല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല അവിടെ പോയിട്ട്. പിന്നെ ഒന്നുമില്ലാണ്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ചേട്ടൻ്റെ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ എന്താ പറയാ, കമന്റ്സ് കണ്ടപ്പോ വരണ വേണ്ടേ,
രണ്ട് തോട്ടായി പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും വരാം, ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഇതിനു വേണ്ടി അങ്ങ് ദൂരെ വരെ പോയി. അപ്പൊ അടുത്തല്ലേ എങ്ങനെ ഇങ്ങോട്ട് വന്നു. വന്നിട്ട് ഒരൊറ്റ കാര്യം, അതായത് ഈ കമന്റ്സ് ഉണ്ടല്ലോ, ഈ കമന്റ്സില് പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയുണ്ട്. കാര്യം ഞങ്ങളുടെ പ്രോസസ്സില് ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ശരിക്കും 4000-5000 കിലോമീറ്റർ വരെയുള്ള കരിയാണ് ആവശ്യമുള്ളൂ. ഈ 5000 കിലോമീറ്റർ വരെയുള്ള ആ കരിയാണ് നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ പതുക്കെ വണ്ടി ഓടാൻ പറയുന്നുണ്ട്. അപ്പൊ അതൊരു കരി കോട്ട് ചെയ്തിട്ട്, ആ കോട്ട് ചെയ്യുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ തേയ്മാനങ്ങൾ വരാതിരിക്കാനാണ്. ഇതിൽ കൂടുതൽ കരി വരുന്നത് എക്സസ് ആയി. അപ്പൊ അതൊരു 25,000-30,000 കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കരി കൂടുതലാവണമെന്ന് പറയാൻ കാരണം. അപ്പൊ ഈ കരി അവിടെ ഇരിക്കുമ്പോ ഈ 3, 4, 5 ഭാഗങ്ങൾ, ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, 3, 4, 5 ഭാഗങ്ങൾ ഇരിക്കുമ്പോൾ എയർ ഫിൽറ്ററിനുള്ളിൽ കൂടെ വരുന്ന എയർ അതിലേക്ക് സർക്കുലേറ്റ് ചെയ്യില്ല. സർക്കുലേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ വണ്ടിയുടെ മൂവ്മെന്റിൽ ഡിഫറൻസ് വരും. ഈ മൂവ്മെന്റിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഫ്യൂവലിന്റെ കൺസംഷൻ കൂടും, മൈലേജ് ഷോർട്ടേജ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് വലിയൊരു ടെക്നോളജി ഒന്നല്ല. ഞങ്ങൾ ആ കരി കളയുന്നത് സാധാരണ വർക്ക്ഷോപ്പില് ഈ 4-5 ഭാഗങ്ങൾ കളയുമ്പോൾ 10-30,000 രൂപ ചെലവാക്കുന്നത് ഇവിടെ 3,250 രൂപ കൊടുത്തുകൊണ്ട് ഞാൻ വന്ന് അഭിനന്ദനം ചെയ്തു തരുന്നത് മാത്രം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഓയിൽ ഈ കരിയിലേക്ക് തന്നെയല്ല, ഈ 4,000-5,000 കഴിഞ്ഞുള്ള കരിയിലേക്ക് തന്നെയാണ് ഓയിൽ ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിലിന്റെ ലൈഫ് ഒരു 350-400-500 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അഡിക്റ്റീവ്സിന്റെ പവർ പോകും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓയിലിനെ ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള കുറെ പ്രോസസ്സിംഗ് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ. അതായത് ഇതിലൊന്നും ഇപ്പോ അഭിനന്ദൻ ഇവിടെ വന്നു, അഭിനന്ദൻ ഇവിടെ ഇതിനെ എഫക്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. ഡെഫിനറ്റ്ലി ഞാൻ നെഗറ്റീവ് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ വെച്ചാൽ ഇതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോ നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അഭിനന്ദനോട് ഒരു കാര്യം ചെയ്യൂ. അതായത് ഒരു പ്രാവശ്യം ഞാൻ ഫ്രീ ആയിട്ട് ഡീകാർബണൈസ് ചെയ്യാന്ന് പറയും. ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കും അല്ലേ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ചെലവാക്കുന്ന പൈസക്കുള്ള വെറുത്തും അല്ലെങ്കിൽ എഫക്റ്റും കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ അഭിനന്ദനോട് വീണ്ടും പറഞ്ഞ നെഗറ്റീവ് മോശമാണ്, അതിന് എഫക്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ഞങ്ങള് അഭിനന്ദനെ ഇവിടേക്ക് വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആണ് പിന്നെ ചെയ്യുക. അതിൽ ഞങ്ങൾ എഞ്ചിൻ ട്യൂണിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്തുകൊണ്ട് അതില് കംപ്ലീറ്റ് റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വന്നിട്ട് ആൾക്കാര് വരുവാനുള്ള കാരണവും അതിലതാണ് കാര്യം. പക്ഷെ ഇവിടെ അഭിനന്ദന് ആദ്യത്തെ ഞങ്ങളുടെ പ്രോസസ്സിംഗിൽ തന്നെ നല്ലൊരു റിസൾട്ട് വ്യത്യാസം വന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. കാരണം നമ്മള് പൈസ കൊടുത്തതിന് ഒരു സന്തോഷം വരുന്നത് ഇങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴല്ലേ. അപ്പൊ അതിന് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു. പിന്നെ അച്ഛനോട് പറയാ, അച്ഛനോട് സന്തോഷമായിട്ട് പറയാ. മാഷാണ്, മാഷ് ഇന്നലെ പറഞ്ഞു ശക്തൻ. ആ മാസ്റ്റേഴ്സ് കോളേജിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? പെരുമാറ്റാണ്. എല്ലാവരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാനുള്ള നോക്കുക, അതിലുള്ള പെരുമാറ്റം, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് ഞാൻ ഇവിടെ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്തു മാത്രം. അത് മുൻകൂട്ടി ഇംപ്ലിമെന്റ് ചെയ്തു. മാസ്റ്റർ ശിഷ്യനാണ് ഞാൻ, അതുകൊണ്ടാണ് പറയാൻ. എന്തായാലും ഞാൻ 100% സാറ്റിസ്ഫൈഡ്. അതായത് കുറെ സ്ഥലങ്ങളിൽ കൊടുത്തതിന്റെ അനുഭവത്തിൽ പറയാം, ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലല്ലോ, കുറെ സ്ഥലങ്ങളിൽ കൊടുത്തു. ഈവൻ ഈ ഡീകാർബണൈസേഷൻ പറഞ്ഞപ്പോ പോലും പ്രൈസിന് നല്ലൊരു ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്തതും. അപ്പോ അടുത്ത പ്രാവശ്യം അഭിനന്ദന് ഇവിടെ വന്ന അഭിനന്ദൻ മാത്രമല്ല എല്ലാ കസ്റ്റമേഴ്സിനും ഓഫേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ അഭിനന്ദൻ ഞങ്ങളുടെ ഇവിടെ 5,500-6,000 രൂപ കൊടുത്തിട്ടാണ് ഇവിടെ ഇത് ട്രീറ്റ്മെന്റ് നടത്തിയത്. അപ്പോ അടുത്ത പ്രാവശ്യവും ഇത് ചെയ്യണം. ഒരു കൊല്ലം കഴിഞ്ഞാൽ, അതായത് നെക്സ്റ്റ് കിലോമീറ്ററിൽ കരി ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 8-9 മാസമോ 10 മാസം കഴിയുമ്പോൾ അഭിനന്ദന് റിമൈൻഡർ വരും. റിമൈൻഡർ വരുമ്പോ അഭിനന്ദ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ 5,000-6,000 രൂപ കൂടി ചെയ്യണ്ടേ എന്നൊരു ചിന്തയില്, അല്ലെങ്കിൽ അത് ചിലപ്പോ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ വെച്ചാൽ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രോസസിംഗ് ചെയ്യാൻ അവിടെ പോകണം, ബാക്കിയുള്ള പ്രോസസിംഗിന് വേണ്ടിയിട്ട് പീരിയോഡിക്കൽ സർവീസ്. ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, പെട്രോൾ എന്നൊരു സംഭവത്തിലേക്ക് വരുമ്പോ അതിൽ വന്ന് നിങ്ങൾക്ക് 11,000 രൂപയ്ക്ക് എല്ലാം ചെയ്തു തരും. ഡീകാർബണൈസേഷൻ ചെയ്തു തരും, ഫ്യൂവൽ ലൈൻ ക്ലീൻ ചെയ്തു തരും, എഞ്ചിൻ ഓയിൽ ഒഴിക്കും, ഫിൽറ്റർ ഇടും, ഫിൽറ്റേഴ്സ് എല്ലാം മാറ്റും, അതേപോലെ ഫ്ലൂയിഡ്സ് കംപ്ലീറ്റ് മാറ്റും, അതേപോലെ തന്നെ കംപ്ലീറ്റ് വീൽ അലൈൻമെന്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യും, സസ്പെൻഷൻ വർക്കിന്റെ എന്തൊക്കെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യും, ബ്രേക്കിന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മുഴുവൻ 11,000 രൂപ ചെയ്തു തരും. കംപ്ലീറ്റ് വണ്ടിയുടെ സർവീസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 5,000 രൂപ കൂട്ടുമ്പോൾ ഇതെല്ലാം ചെയ്തു, വേറെ എവിടെയും പോണ്ട. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ കസ്റ്റമേഴ്സും ഇവിടെ എല്ലാ കൊല്ലവും വരുന്നത്. അപ്പൊ അതെന്തായാലും അതെ, അടുത്ത കൊല്ലം ഒരു 8 മാസം 9 മാസം കഴിഞ്ഞ് റിമൈൻഡർ വരുമ്പോൾ എല്ലാ സർവീസും ഞാൻ ഇവിടെ ചെയ്തു തരാം. ഈ റേറ്റിൽ ഞാൻ ചെയ്തു തരാം.
താങ്ക് യു. ഓക്കെ, ഓക്കെ, എന്തായാലും ഈ ബന്ധം ഇവിടെ നിലനിൽക്കട്ടെ. ഓ തീർച്ചയായും. താങ്ക് യു. താങ്ക് യു.